നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പല്ലവി, നീ വന്നേ. എന്താ? ഒരു കാര്യമുണ്ട്. നീ വാ വാ. പല്ലവി, അയ്യോ പല്ലവി, പല്ലവി, എന്തു പറ്റി? ഒരു തലകറക്കം പോലെ. വാ, എഴുന്നേക്ക്, മുറി പോയി കിടക്കാം. ഞാനും കൂടെ പിടിക്കാം. ഇവള് ഗർഭിണിയായി കാണോ? വാ. അമ്മേ, അമ്മ ആരംഭിച്ച കമ്പനിയാ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത്രയും കാലം നമ്മുടെ കമ്പനി അഭിമാനപൂർവ്വ പ്രവർത്തിച്ചു വന്നത്. ഇപ്പൊ നമ്മുടെ കമ്പനി അമ്മ നിഷ്കർഷിച്ചിരുന്ന പാതയിൽ നിന്നും വ്യതിചലിച്ചിരിക്കുക. അമ്മയ്ക്ക് തീരെ താല്പര്യമില്ലാത്ത, അമ്മ തീർത്തും എതിർത്തിരുന്ന മേഖലയിൽ കമ്പനി ബിസിനസ് ആരംഭിക്കാൻ പോവുക. അനേകം കുടുംബങ്ങളെ കണ്ണീരിലേക്ക് ആഴ്ത്തുന്ന മദ്യ വ്യവസായത്തിലേക്ക് കമ്പനി നീങ്ങുന്നത്. പ്രഭാവതി അമ്മയെ മുൻനിർത്തി വിനയ് നടത്തിയ ആ നീക്കം ഞാനും പാർവതിയും ചേർന്ന് പരമാവധി തടസ്സപ്പെടുത്താൻ നോക്കിയതാ. പക്ഷേ ഞങ്ങൾക്കതിന് സാധിച്ചില്ല. ഞങ്ങളും പരാജയപ്പെട്ടു പോയമ്മേ. അമ്മ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ എഗ്രിമെന്റ് തടയാൻ ശ്രമിക്കുന്ന സമയത്ത് പാർവതിയെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ടാ ശരിക്കും ഞങ്ങൾ പരാജയപ്പെട്ടു പോയത്. ഇല്ലെങ്കിൽ ഏതു വിധേനയും അത് തടസ്സപ്പെടുത്തിയനെ. പാർവതിയെ സ്വർണത്തിനു വേണ്ടി ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അവർക്ക് പിന്നിൽ മറ്റാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാരായിരിക്കും അമ്മേ? ഗുണ്ടകളെ നിയോഗിച്ച് പാർവതിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ്? ഈ ചോദ്യത്തിനുത്തരം അമ്മ പറയേണ്ടതില്ല സർ. അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കിക്കൂടെ? ഡിസ്റ്റിലറി ആരംഭിക്കുന്നതിലൂടെ ആർക്കാണോ ലാഭം ഉണ്ടാവുന്നത് അവര് തന്നെയായിരിക്കും എന്നെ തട്ടിക്കൊണ്ടുപോയത്. തന്നെ തട്ടിക്കൊണ്ടുപോയത് വിനയുടെ ആൾക്കാരാണെന്നാണ് താൻ പറയുന്നത്? സർ, അതില് എന്താ സംശയം? അവനും റിയയും തന്നെയാവും ഇതിന് പുറകിലും. വിനയ് അത് ചെയ്യൂ? ഓഹ്, സാർ ഇത്രയ്ക്ക് ശുദ്ധനായി പോയല്ലോ. സാർ ഇങ്ങനെ അവരെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. തെളിവുകളില്ലാതെ അവരെങ്ങനെ സംശയിക്കും പാർവതി? അവൻ ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ പ്രഭാവതി അമ്മ അറിയാതിരിക്കില്ല. അമ്മ ഒരിക്കലും ഇതിനൊന്നും അനുവദിക്കില്ല. ഇനി അഥവാ വിനയ് തന്നെയാണ് ഇതിന് പിന്നിലെങ്കിൽ അത് അവൻ അമ്മയെ അറിയിക്കാതെ ചെയ്തതായിരിക്കും. ഇനി ഇതിന്റെ പേരിൽ സാറിനോട് തർക്കിച്ചിട്ട് കാര്യമില്ല. സത്യം ഏത് വിധേനയും സാറിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക വേണ്ടത്. ഏതായാലും ഞാനിത് വെറുതെ വിടുന്നില്ല. തന്നെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് നമുക്ക് അന്വേഷിച്ചറിയണം. അതവിടെ നിൽക്കട്ടെ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് തനിക്കറിയോ? എന്താ സർ? മുത്തശ്ശന്റെ പേരിലുള്ള ഈ കോളനിയുടെ സ്ഥാപക ദിനമാണ് നാളെ. നമ്മുടെ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും നാളെ മുത്തശ്ശന്റെ ചിത്രത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് മുത്തശ്ശനെ ആദരിക്കുന്നുണ്ട്. നമുക്കും അവർക്കൊപ്പം ചേർന്ന് ഈ സ്ഥാപക ദിനം ഗംഭീരമാക്കണം പാർവതി. തീർച്ചയായും സർ. ദേവമ്മയുടെ അനുഗ്രഹത്തോടെ ആ ആഘോഷം വളരെ ഭംഗിയായി തന്നെ നടത്താം. ഗുണ്ടകളെ ഏർപ്പെടുത്തി അവളെ തട്ടിക്കൊണ്ടുപോയത് എഗ്രിമെന്റ് ഒപ്പിടിക്കാൻ വേണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായെന്നും അതിനവള് പകരം വീട്ടുമെന്നും എന്നോട് പറഞ്ഞു. അവളിതെങ്ങനെ അറിഞ്ഞ? എങ്ങനെ അറിഞ്ഞുന്നോ? അവൾക്ക് ദിവ്യദൃഷ്ടി ഉണ്ടെന്ന് പറയുന്ന കാര്യം സത്യം തന്നെയാ. അതുകൊണ്ടല്ലേ നമ്മൾ നടത്തുന്ന ഓരോ രഹസ്യ നീക്കങ്ങളും അവൾ അറിയുന്നത്. ഇപ്പൊ നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് കാണുമല്ലോ. അപ്പോ ഇനി അവളെ കൂടുതൽ സൂക്ഷിക്കാൻ അർത്ഥം. തീർച്ചയായിട്ടും
വളരെയേറെ ജാഗ്രത അവളുടെ കാര്യത്തിൽ നമുക്കുണ്ടാവണം. അല്ല അമ്മേ, ആ തുള്ളി ഉറഞ്ഞ പെൺകുട്ടി വിശാലിന് എന്തോ വലിയ സമ്മാനം കിട്ടാൻ പോകുന്ന കാര്യം പറഞ്ഞല്ലോ. അതെന്തായിരിക്കും ആ സമ്മാനം? അത് മാത്രമല്ല, ദുർഗാഷ്ടമി ദിവസം വിശാലിന്റെ എന്ത് ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കാൻ പോകുന്നത്? വിനയ്, നീ ഇത് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എടാ, നിന്നെ പോലെ തന്നെ എനിക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അമ്മേ, എന്തായാലും ആ പെൺകുട്ടി വെറുതെ നടത്തിയ വെളിപാടൊന്നും ആയിരിക്കില്ല. ഉറപ്പാണോ? ഒരുപക്ഷെ പാർവതി അതാ പെൺകുട്ടിയെ കൊണ്ട് നടത്തിച്ച നാടകമാണെങ്കിലോ? എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. നമുക്ക് അന്വേഷിക്കണം. ആ പെൺകുട്ടി പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് നമുക്കറിയണം. നമ്മൾ എന്നും കാണാറുള്ള സാധാരണ പെൺകുട്ടിയല്ലേ അവള്? അവൾക്ക് എങ്ങനെയാ പെട്ടെന്നൊരു അനുഗ്രഹം ഉണ്ടായത്? അതങ്ങനെയാ സർ. അമ്മ ആരിൽ അനുഗ്രഹം ചൊരിയുമെന്നോ ആരുടെ നാവിലൂടെ അരുളി ചെയ്യുമെന്നോ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാനാവില്ല. അവള് എന്നെ പോലെ തന്നെ ഉദയന്നൂരമ്മയുടെ ഒരു കടുത്ത ഭക്തയാ. അതുകൊണ്ടാവും അമ്മ സാറിന് നൽകാനുള്ള അരുളപ്പാടിനു വേണ്ടി അവളെ തിരഞ്ഞെടുത്തത്. എനിക്കിതെല്ലാം വളരെ ആശ്ചര്യമായി തോന്നുന്നു. അമ്മ നമ്മുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് അത് നിറവേറ്റി തരാൻ വേണ്ടി പോവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സർ. എന്തായിരിക്കും എനിക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ആ വലിയ സമ്മാനം? അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കാത്തിരുന്നേ മതിയാവും സർ. ആ സമ്മാനം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയില്ല ഞാനിപ്പോ. എത്രയും പെട്ടെന്ന് സമ്മാനം കിട്ടുമെന്നല്ലേ പറഞ്ഞത്? അതിനർത്ഥം ഏതാനും ദിവസങ്ങൾ കാത്തിരുന്നാ മതിയാവും. കുറച്ചു ദിവസം കൂടി സാറിന് ക്ഷമിക്ക്. എന്തായാലും മഹാരാജാവിനെ പോലെ ജീവിക്കുമെന്ന പറഞ്ഞത്. അപ്പോ നമ്മള് വീണ്ടും നമ്മുടെ ആ പഴയ സ്ഥിതിയിലെത്തുന്ന ഉറപ്പാ. ആ പ്രതീക്ഷ എനിക്കും ഉണ്ടായിരുന്നു സർ. അതിനുവേണ്ടി ഞാൻ നിത്യവും പ്രാർത്ഥിക്കുന്നുമുണ്ട്. തന്റെ പ്രാർത്ഥനയുടെ ഫലമായി തന്നെയാവും എനിക്ക് ഈ സമ്മാനം കിട്ടുന്നത്, നമുക്ക് രാജകീയമായ ഭാവി ഉണ്ടാവുന്നത്. ആ സുന്ദര മുഹൂർത്തത്തിന് വേണ്ടി നമുക്ക് നാളുകൾ എണ്ണി കഴിയാം. ഏതായാലും ദുർഗാഷ്ടമി താണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വരുന്ന ദുർഗാഷ്ടമി ദിവസം സാറിന്റെ മനസ്സിലുള്ള ഈ ചോദ്യങ്ങൾക്കും ചിന്തകൾക്കും എല്ലാം ഉത്തരം ലഭിക്കും സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.